ഹലോ ഗായ്സ്, അപ്പോൾ ഇന്ന് ചിക്കനൊക്കെ കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ചിക്കൻ കറിയാവും ഉണ്ടാക്കണേന്ന്. പക്ഷെ അല്ല, ഒന്ന് വെറൈറ്റി ആയിട്ട് പിടിക്കാമെന്ന് വിചാരിച്ചു ഡ്രാഗൺ ചിക്കനാണ് ഉണ്ടാക്കണത്. അപ്പോൾ ഡ്രാഗൺ ചിക്കനിലേക്ക് വേണ്ട കാര്യങ്ങളൊക്കെയാണ് ഞാനിപ്പോൾ ചെയ്യണത്. അപ്പോൾ മാഗ്നേറ്റ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചിക്കൻ എടുക്കുക, നീളത്തിൽ കട്ട് ചെയ്ത ചിക്കൻ. അതിനുശേഷം മാഗ്നേറ്റ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് അതിലേക്ക് കോൺഫ്ലോർ, പിന്നെ മൈദ, പിന്നെ ഞാൻ സോഫ്റ്റ്നെസ്സിന് വേണ്ടിയിട്ട് ഞാൻ ഇടണത് കേടാണ്. ഇവിടെ യോഗേർട്ടാണ് കിട്ടുക, അപ്പോൾ യോഗേർട്ട് ഇട്ടു. അതിനുശേഷം ശരിക്കും എഗ്ഗൊക്കെയാണ് ചേർക്കുക, പക്ഷെ ഞാൻ യോഗേർട്ടാണ് ചേർത്ത് നോക്കണത്. എങ്ങനെയുണ്ടെന്നൊന്നും അറിയാമല്ലോ, സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് ഞാൻ അങ്ങനെ ചെയ്യണം. പിന്നെ ഉപ്പ്, കുരുമുളക്, പിന്നെ ഞാൻ ചില്ലി പൗഡറും കൂടി ഇട്ടു ഒരു കളറിന് വേണ്ടിയിട്ട്. അത് കഴിഞ്ഞ് അത് 30 മിനിറ്റ്സ് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. അത് കഴിഞ്ഞിട്ട് ഇതേ ഒരു പാൻ എടുക്കുക, ഓയിൽ ഒഴിക്കുക, അതിലേക്ക് ഫ്രൈ ചെയ്യാൻ വേണ്ടി നമ്മൾ വെക്കുകയാണ്. അപ്പോൾ ഫ്രൈ ചെയ്യാൻ വേണ്ടി നമ്മൾ ഇടാൻ പോവാണ്. അപ്പോൾ ഓരോന്നായിട്ട് നമ്മൾ ഫ്രൈ ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പോൾ ഫ്രൈ ആയിട്ടുണ്ട്. ഇനി ഇത് കോരി മാറ്റി വയ്ക്കാം. ആ സെയിം പാനിൽ തന്നെ നമ്മൾ ആ വെളിച്ചെണ്ണയിൽ തന്നെ നമ്മൾ ഇതേ ഇഞ്ചി, വെളുത്തുള്ളി കുഞ്ഞിതായിട്ട് അരിഞ്ഞത്, പിന്നെ ഗ്രീൻ ചില്ലി, അതൊന്ന് ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്തെടുക്കുക. പിന്നെ നമ്മളിവിടെ ചേർക്കുന്നത് കൊത്തുമുളകാണ്, അത് സോട്ട് ചെയ്തെടുക്കുക. അത് കഴിഞ്ഞാൽ നമ്മൾ ഓണിയൻ ചേർക്കും. ഓണിയനും സോട്ട് ചെയ്ത് ചെറുതായിട്ട് എടുക്കുക. അതൊന്നും അധികം വെന്ത് പോവണ്ട. നമ്മൾ കണ്ടിട്ടില്ലേ ചൈനീസ് സംഭവങ്ങളൊക്കെ, ഡിഷുകളൊക്കെ കണ്ടുനോക്കണത് ഇങ്ങനെയാണ്. അധികം അവർ വേവിക്കില്ല, ചെറുതായിട്ട് വേവിക്കുള്ളൂ. അതൊന്ന് കടിക്കാൻ കിട്ടണം, അതുപോലെ വേണം നമ്മൾ ചെയ്യാൻ. അപ്പോൾ അതങ്ങനെ ചെറുതായി സോട്ട് ചെയ്തെടുത്തു. പിന്നെ നമ്മളിതേ സോസുകളൊക്കെ ചേർക്കുകയാണ്. സോയാ സോസ്. എന്താ സംഭവം എന്ന് വെച്ചാൽ എൻ്റെ കയ്യിൽ കളറ് കിട്ടണില്ല. ഈ സോയാ സോസും ടൊമാറ്റോ സോസിനും കളർ ഇത്തിരി കുറവാണ്. അപ്പോൾ നിങ്ങൾ നല്ല ബ്രാൻഡ് നോക്കിയിട്ട് വാങ്ങിക്കാം, എന്നാലാണ് നമുക്ക് കളറ് കിട്ടുള്ളൂ കേട്ടോ, ആ ഒരു നല്ല കളറ്. അപ്പോൾ ഞാൻ സോയാ സോസും പിന്നെ ടൊമാറ്റോ സോസും ചേർത്തു. ശരിക്കും ചില്ലി സോസും കൂടി വേണം. എൻ്റെ കയ്യിൽ റെഡ് ചില്ലി സോസും കൂടി വേണം. എൻ്റെ കയ്യിൽ അത് ഉണ്ടായില്ല. ഞാൻ ഉണ്ടാവുമെന്ന് വിചാരിച്ചിട്ടാണ് പോയത്. പക്ഷെ ഞാൻ തലേദിവസമാണ് ഇതൊക്കെ വാങ്ങിച്ചത്, പക്ഷെ അത് വിട്ടുപോയി. അത് വേണമെന്ന് ഞാൻ വിചാരിച്ചില്ല. പിന്നെ കോൺഫ്ലോർ നമ്മളൊന്ന് വെള്ളത്തിൽ അലിയിച്ചിട്ട് നമ്മൾ ഇതാക്കിയിട്ട് അത് വെള്ളമായിട്ട് ഒഴിക്കാം. പിന്നെ ഇത്തിരി കൂടി വെള്ളം നമ്മൾ ചൂടുവെള്ളം ഒഴിച്ച് ആ ഗ്രേവി ഒന്ന് തിക്കാക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ അതേ നമ്മുടെ ഡ്രാഗൺ ചിക്കൻ റെഡി. ഇനി നമ്മൾ അടുത്ത പാൻ എടുത്തിട്ട്, ഒരു വലിയ പാൻ എടുത്ത് വെള്ളം ഒഴിക്കുകയാണ്. എന്തിനാണ്? ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിനു മുമ്പ് നമ്മൾ അരി ഒരു 30 മിനിറ്റ് വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെക്കണം. അതിന് ശേഷമാണ് നമ്മൾ ഇത് തിളച്ച വെള്ളത്തിലേക്ക് ഈ അരി ഇടുക. അതിനുശേഷം അത് കുക്കായി കഴിയുമ്പോൾ നമുക്ക് വേവ് അറിയാമല്ലോ, ആ വേവായി കഴിയുമ്പോൾ നമ്മളത് ഡ്രെയിൻ ചെയ്യാൻ വേണ്ടി വയ്ക്കാം. അത് കഴിഞ്ഞ് നമ്മൾ എടുത്തു വേറെ പാൻ എടുത്ത് നമ്മൾ ഈ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വെജിറ്റബിൾസൊക്കെ സോട്ട് ചെയ്തെടുക്കണം. അതിന് വേണ്ടി ഒരു പാൻ എടുത്തു, അതിൽ ഓയിൽ ഒഴിക്കുക. അതുപോലെ തന്നെ ജിഞ്ചർ ഗാർലിക്ക് ചെറുതാക്കി അരിഞ്ഞതാണ്, പിന്നെ ഗ്രീൻ ചില്ലി, പിന്നെ ഓണിയൻ, പിന്നെ വെജിറ്റബിൾസ് എന്തൊട്ടുള്ളതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതൊക്കെ ഇടാം. ബീൻസൊക്കെ ഇടാം. എൻ്റെ കയ്യിൽ ബീൻസ് ഇല്ലായിരുന്നു, അപ്പോൾ ഞാൻ ക്യാരറ്റും ക്യാബേജും വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു. അപ്പോൾ എഗ്ഗ് ഫ്രൈഡ് റൈസാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ എഗ്ഗ് നമ്മൾ അതിൻ്റെ നടുക്കിലായിട്ട് മറ്റേതൊക്കെ മാറ്റി നടുക്കിലായിട്ട് ഞാൻ അത് ചിക്കാക്കി എടുക്കുകയാണ്. ശരിക്കും വേറെ പാനിൽ ചെയ്യാം, പക്ഷെ ഞാൻ അതിൽ തന്നെ ചെയ്ത് ഒപ്പിച്ചതാണ്. അപ്പോൾ അതിൽ തന്നെ ചിക്കാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അതിൽ ഉപ്പും കുരുമുളകും ഇട്ടതിന് ശേഷം അടിച്ചെടുത്ത എഗ്ഗാണ് ഇതിലേക്ക് ഒഴിച്ചത്. ഞാൻ ഡ്രാഗൺ ചിക്കനിൽ എന്താണ് എഗ്ഗ് ഉപയോഗിക്കാണ്ടിരുന്നതെന്ന് വെച്ചാൽ, കോട്ടിങ്ങിന് വേണ്ടി ഉപയോഗിക്കാണ്ടിരുന്നത് എന്താണെന്ന് വെച്ചാൽ ഇത് തന്നെയാണ്. ഇതിൽ എഗ്ഗ് നമ്മൾ ഇടുന്നുണ്ട് ഫ്രൈഡ് റൈസിൽ. അപ്പോൾ വീണ്ടും അത് എഗ്ഗ് അതിൽ ഇടണ്ടെന്ന് വിചാരിച്ച് അതിന് സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് ഞാൻ യോഗേർട്ട് വെച്ച് പരീക്ഷിച്ചതാണ്. അതുകൊണ്ടാണോ ഫ്രൈ ചെയ്തത് ഒരു വേറെ തണുത്ത പോലെ ആയെന്ന് എനിക്കറിയില്ല. കോട്ടിങ്ങിൻ്റെ വ്യത്യാസം കൊണ്ടായിരിക്കും. നിങ്ങളാണെങ്കിൽ എഗ്ഗ് തന്നെ ചെയ്യണതായിരിക്കും നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. ഓക്കെ, അത് കഴിഞ്ഞ് സോയാ സോസ് ചേർത്തു, കെച്ചപ്പ് ചേർത്തു, ടൊമാറ്റോ കെച്ചപ്പ് ചേർത്തു. അതൊന്ന് നന്നായി സോട്ട് ചെയ്ത് ഞാൻ എടുക്കുകയാണ്. പിന്നെ എൻ്റെ ഒരു പോരായ്മ എനിക്ക് തോന്നിയത് ഈ കെച്ചപ്പും പിന്നെ അതുപോലെ തന്നെ സോയാ സോസും കളർ ഇത്തിരി കുറവായിരുന്നു. അപ്പോൾ നിങ്ങൾ നല്ല ബ്രാൻഡിൻ്റെ നോക്കി വാങ്ങിക്കുകയാണെങ്കിൽ കുഴപ്പമുണ്ടാവില്ല. അത് കഴിഞ്ഞ് റൈസ് ഞാൻ ഇതിലേക്ക് കമഴ്ത്തി. പിന്നെ നമ്മൾ റൈസും ആ വെജിറ്റബിൾസും ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കാം.
അപ്പോൾ നമ്മുടെ ഫ്രൈഡ് റൈസും ഡ്രാഗൺ ചിക്കനും ഇവിടെ റെഡിയാണ്. ഞാൻ കഴിച്ച് നോക്കിയിട്ട് എനിക്കിഷ്ടമായി. ഇനി നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കൂ.